നമസ്കാരം. റാന്നിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഭയം വിട്ടുമാറാതെ ജനങ്ങൾ. ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് വ്യാപാരികൾ. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി PC വിഷ്ണുനാഥ് റാന്നിയിലെത്തി. ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു സമയമാണ്. ഇന്നലെ രാത്രി എല്ലാ സാഹചര്യങ്ങളും നേരിടുന്നതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു. ഭാഗ്യവശാൽ ഇന്നലെ രാത്രി വലിയ തോതിൽ മഴ പെയ്തില്ല. ഇന്ന് പകലും വലിയ തോതിൽ മഴയുണ്ടായിരുന്നില്ല, വൈകുന്നേരം വരെ. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പ്രകാരം ഇന്നു രാത്രി അതിതീവ്ര മഴ, മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ നമുക്ക് പത്തനംതിട്ടയ്ക്കായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ ക്യാമ്പുകളിൽ ഈ നിമിഷം വരെ പത്തനംതിട്ട ജില്ലയിൽ 3568 പേർ വിവിധ ക്യാമ്പുകളിലായി ഇപ്പോൾ ഉണ്ട്. 1076 കുടുംബങ്ങളാണത്. 95 ടോട്ടൽ ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അപ്പോൾ 95 ക്യാമ്പുകളിലായിട്ടാണ് 3568 പേർ ഇപ്പോൾ ഉള്ളത്. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കും കച്ചവട സാമഗ്രികൾ നഷ്ടപ്പെട്ടവർക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കുന്നുണ്ട് സാർ? മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ ഇരയായവർക്കുള്ള മതിയായ നഷ്ടപരിഹാരം നൽകും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാന്നിയെ സംബന്ധിച്ച് ഓരോ മഴക്കാലവും ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് കാണുന്നത്. എപ്പോൾ മഴ പെയ്താലും റാന്നി മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ മന്ത്രിയോട് ചോദിക്കുകയുണ്ടായി. റാന്നി സംബന്ധിച്ചിടത്തോളം റാന്നി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വൻ ദുരന്തമായിരുന്നു 2018 വെള്ളപ്പൊക്കം. കടകളെല്ലാം മൂടിപ്പോയി. അതിൽ നിന്നും ജനങ്ങൾ മോചിതരാകുന്നതിന് മുമ്പ് തന്നെ 2026 കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും റാന്നി മുങ്ങിപ്പോയി. അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്കും ജനങ്ങളെല്ലാം വളരെ ഭയത്തിലാണ് സാർ. അപ്പോൾ നമുക്കിതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്ത് ചെയ്യാൻ സാധിക്കും? ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചയിലുള്ളതാണ്. 18 പ്രളയത്തിന് ശേഷം അടിഞ്ഞുകൂടിയ എക്കല്, ചെളി, മണ്ണ്, തടി എല്ലാമായിട്ട് നദിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് പെയ്യുന്ന അത്രയും മഴ ഇപ്പോൾ പെയ്യണ്ട, നദി കരകവിഞ്ഞൊഴുകാൻ. അപ്പൊ അത് ഒരു പോളിസി ഡിസിഷനാണ്. ഗവൺമെന്റ് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കണം. ഒരു തീരുമാനം എടുത്ത് അത് നീക്കം ചെയ്യാൻ, അതിനകത്ത് പാരിസ്ഥിതികമായ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ അനുവാദം നേടിക്കൊണ്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെയും കൂടെ ഒന്ന് അടിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷമാകുമ്പോൾ അതിനു മുമ്പ് ഇത് മാറ്റിയില്ലെങ്കിൽ ഇപ്പൊ വന്ന് അടിഞ്ഞതും കൂടെ ചേർത്തിട്ടാണ് വീണ്ടും അടുത്ത വർഷം ഇതിന്റെ ഗുരുതരാവസ്ഥ കൂടുന്നത്. വാരി മാറ്റാനുള്ള സംവിധാനം എന്താ ഉണ്ടാകണം. അത് പാരിസ്ഥിതിക അനുവാദം അടക്കം വാങ്ങി വേണം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ്